ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഈ ഫയലുകളുടെ ശരവേഗത്തിലുള്ള നീക്കം, ഈ ഉത്തരവിറക്കുന്നതിലുള്ള അനാവശ്യമായ തിടുക്കം, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ച ശേഷം അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന പ്രൂഡന്റ് ട്രസ്റ്റ് വഴിയാണ്. കോൺഗ്രസ്സുകാർ എത്ര കോടി വിഴുങ്ങി, BJPക്കാർ എത്ര വിഴുങ്ങി? എന്താടാ ഇത്, രാവിലെ ഒലിപ്പിച്ചു തുടങ്ങിയോ? 83 കോർപ്പറേറ്റുകളാണ് സംഭാവന കൊടുത്തത്. അവർ കൊടുത്ത കാശ് വെട്ടി വിഴുങ്ങിയ ബിരുദനോടാണ്, ആ പാർട്ടിയുടെ നേതാവിനോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അഭിപ്രായം പറയാൻ ചോദിച്ചത്. എന്നിട്ട് വേണു പറയാണ്, അഴിമതി മണക്കുന്നില്ലേ? നിങ്ങൾ AI ക്യാമറയിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു? നിങ്ങൾ ലാബിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു? K-ഫോണിലും മണത്തെ അഴിമതി എവിടെ പോയി വേണു? കൈതോലപ്പായയിൽ മണത്തെ അഴിമതി എവിടെ പോയി? കമല ഇന്റർനാഷണൽ അഴിമതി മണത്തിട്ട് ആ അഴിമതി എവിടെ പോയി വേണു? നിങ്ങൾ കുറെ മണത്ത് കിടക്കുന്ന ആളുകൾ. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് 83 കമ്പനിയുടെ പേരടിക്കപ്പാ, അടിക്കുമോ നിങ്ങൾ? പടം വെച്ച ഈ അങ്ങ് പറയുന്നതെല്ലാം എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ പറയുന്ന അല്ലല്ല, ഇതിപ്പോ നരേന്ദ്രമോദിയുടെ അതേ വാദഗതിയാണ്. 10 കൊല്ലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണം. അല്ലെ, ഒരു സെക്കൻഡ് കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. 11ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്നു. ആ ഗവൺമെന്റ് പറയുന്നത് ഇതാണ്. അല്ലല്ലോ, ഒരു സെക്കൻഡ്. അല്ലല്ല, ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കേൾക്കും. അങ്ങ് ഇത്രയും സമയം പറഞ്ഞത് കേട്ടല്ലോ. അല്ലല്ലോ, ഒരു സെക്കൻഡ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. 11ാമത്തെ കൊല്ലം മോദിയും പറയുകയാണ്. അല്ലല്ല, മൂന്നാമത്തെ ഭരണ തുടർച്ചയിലേക്ക് പോകുമ്പോ നരേന്ദ്രമോദിയും പറയുകയാണ്, ഈ സർക്കാരുകൾക്ക് അല്ലല്ലോ, ഒരു സെക്കൻഡ്, 1-2 മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പറ്റിയോ എന്ന് ഞാൻ ശ്രീ അനിൽകുമാറിനോട് എല്ലാ വിനയത്തോടെയും ചോദിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ മോദി സർക്കാരിനെതിരെ, തെളിയിച്ചൊരെണ്ണം പറയാമോ? ഉത്തരം പറ. അല്ല, ഇലക്ട്രൽ ബോണ്ട് അഴിമതി പിന്നെ അഴിമതിയല്ലേ? അത് സുപ്രീം കോടതി അത് അഴിമതി എന്ന് പറഞ്ഞോ? എന്നിട്ട് ആരെങ്കിലും പിടിച്ച് അകത്തിട്ടോ? മോദി അകത്ത് കിടക്കുകയാണോ? ഈ ഇലക്ട്രൽ ബോണ്ട് കൊള്ളയല്ല നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേട്ടില്ലേ നിങ്ങൾ? ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആ വാങ്ങിച്ച കള്ളന്മാരുടെ പേര് വിവരം പത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞത് SBIയോട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. എന്നിട്ട് ആരെയാ കിട്ടിയത്? കള്ളന്മാരുടെ പേര് എന്നിട്ട് ആരെയാ കിട്ടിയത്? പറയട്ടെ, 1ാമത്തെ കള്ളം മോദി. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പറയട്ടെ, 1ാമത്തെ കള്ളം മോദി സർക്കാരിലെ ഗവൺമെന്റ് BJP, 2ാമത്തെ കള്ളന്മാര് കോൺഗ്രസ്സുകാർ. ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിച്ച കൊള്ളം മോദി അകത്ത് കിടക്കുകയാണ്. പറഞ്ഞിട്ടില്ല. മോദി അകത്ത് കിടക്കുകയാണോ? മോദി കള്ളനെന്ന് പറഞ്ഞ ഏതെങ്കിലും വിധി വന്നോ? അല്ലല്ല, ഏതെങ്കിലും ആരോപണത്തിലൂടെ. അല്ലല്ല, ആരോപണം ആവർത്തിച്ചിട്ട് കാര്യമില്ല. അല്ല, ആദ്യം ഉന്നയിക്കുന്ന ആരോപണം എന്നിട്ട് നിങ്ങൾ തെളിയിച്ചോ? ശ്രീകുമാർ, അതാണല്ലോ നിങ്ങളുടെ ഈ ഗോഗ്വാവിളി, ഇവരൊന്നും തെളിയിച്ചില്ല എന്ന്. പറയൂ. നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. അല്ലല്ല, ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എന്തുകൊണ്ട് അതിവേഗത്തിൽ ഈ ഫയൽ നീങ്ങി? അതിന്റെ മറുപടി പറയൂ. ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞു, അതെല്ലാം ആവർത്തിച്ച് ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇനി ഈ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് പറഞ്ഞ ഉടനെ അത് വലിയ ഉദ്ധരിച്ചല്ലോ. ഇതുപോലുള്ള ചർച്ചയിൽ ഇങ്ങനെയുള്ളവർ പറയുന്നു ഒക്ടോബർ 18-ന് വിജ്ഞാപനം വന്നതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, 24-ന് മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അതിന് മറുപടി മറ്റു വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു തർക്കവും വേണ്ട അതിനകത്ത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വേറെ ആളുകളിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. 300 കോടി രൂപയുടെ അഴിമതിയിൽ പിടിക്കപ്പെട്ട്
സ്വത്ത് കണ്ടുകെട്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ട് കർണാടകത്തിൽ, സിദ്ധരാമയ്യ. നിങ്ങൾ ആ നീല ട്രോളി ഒന്ന് തെളിയിക്കണ്ടേ ആദ്യം? നിങ്ങൾ ഈ കർണാടകത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക്. നീല ട്രോളി ഒന്ന് തെളിയിക്ക്. ഞാൻ ഒന്ന് പറയട്ടെ. അല്ല, ഞാനും ഒന്ന് പറയട്ടെ. ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പറയട്ടെ. നിങ്ങൾ മോദിയെ വരെ കള്ളനെന്നും രാഹുൽ ഗാന്ധി വരെ കള്ളനെന്നും തെളിയിച്ചതല്ലേ? ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക്. ഇനി ഒന്നും വേണ്ട, കൃഷ്ണദാസിനെ ഒന്ന് ബോധ്യപ്പെടുത്ത്. അത് പിന്നെ ചൂടാണ്ട് ഇല്ല. 8 മാസം നിന്ന ഫയൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശരവേഗത്തിൽ നീങ്ങിയതിന്റെ ഉത്തരം പറയുക. ഉത്തരം പറയാം. അതിന് മുന്നൊരു കാര്യം, ആ നീല ട്രോളിയും കൊണ്ട് ഒരാൾ ഓടിയല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതായത് അയാൾ ഓടുകയോ നിൽക്കുകയോ കുതിക്കുകയോ കിതയ്ക്കുകയോ എന്ത് വേണമെങ്കിലും അത് തെളിയിച്ചോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് നീല ട്രോളി ചോദിച്ചു, ഞാൻ നീല ട്രോളി പറയുകയാണ്. നീല ട്രോളിയും കൊണ്ട് ഒരുത്തൻ ഓടുന്നു, അയാൾ പോയിട്ട് ഒരു കാറെ കയറുന്നു. അത് കഴിഞ്ഞ് ആ കാറിൽ നിന്ന് നീല ട്രോളിയായിട്ട് പിന്നെ വേറൊരു കാറെ കയറുന്നു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ശ്രീൽകുമാറെ, നമുക്ക് ആവശ്യമല്ല. എനിക്ക് മനസ്സിലാകുന്നു ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട മറുപടി ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവിടെ ഈ മലബാർ ഡിസ്റ്റിലറീസ്, കേരള ഡിസ്റ്റിലറീസ് ഇതെല്ലാം പൂട്ടിപ്പോയി 4 വർഷമായി. അവിടെ തൊഴിൽ നഷ്ടമുണ്ട്. അതൊന്നും കാണാതെ ഒയാസിസിന്റെ വരവും അവർ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന തൊഴിൽ സാധ്യതയെ പറ്റി ഒരു മന്ത്രി പുരപ്പുറത്ത് കയറി ഘോഷിക്കുന്നു. എങ്ങനെയാണ് ഇതിനകത്തെ അദ്ദേഹത്തിന്റെ താല്പര്യത്തെ സംശയിക്കാതിരിക്കുക? എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയെന്ന് വേണു സമ്മതിക്കൂ? എന്നിട്ട് ഇക്കൊല്ലം അതിന്റെ ലാഭം കണക്കാക്കിയപ്പോൾ 1262 കോടി രൂപയുടെ ലാഭമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേടിയത് എന്ന്, നമ്മുടെ വിറ്റുവരവുണ്ടാക്കിയതെന്ന് നമ്മുടെ CAG റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്ക്. അതുകൊണ്ട് പുരപ്പുറത്ത് കയറി മാത്രമല്ല, ഹിമാലയത്തിന് മുകളിൽ കയറി ഞങ്ങളുടെ മന്ത്രിമാർ പറയും, നിങ്ങൾ പുറപ്പുറത്താക്കണ്ട. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇതിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പുറപ്പുറത്ത് സോളാറായിരുന്നു. അത് പിന്നെ പുറപ്പുറത്തല്ലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ആ കഥയൊന്നും ഞാനിപ്പോ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പെരക്കകത്തായിരുന്നു ആ കഥ ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നത് അത് പറയട്ടെ. ഞാൻ അങ്ങോട്ട് ഞാൻ പറയട്ടെ. എന്താ ഉറക്കം വരുന്നു? പറഞ്ഞോ, താങ്കളുടെ അരമണിക്കൂറായി താങ്കളോട് ചോദിക്കുന്നു, എന്താണ് എലപ്പുള്ളിയിലെ ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടെന്ന്. ഒരക്ഷരം മിണ്ടില്ല. വന്നിരുന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ പുലഭിയും പറയാൻ നിൽക്കാം. മര്യാദയ്ക്ക് സംസാരിച്ചോണം. രാഹുൽ ഗാന്ധിയെ പറഞ്ഞപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ. മര്യാദയ്ക്ക് സംസാരിച്ചോണം, മനസ്സിലായില്ലേ? ഇലക്ട്രൽ ബോണ്ട് ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടിൽ പണം വാങ്ങിച്ച് വിഴുങ്ങി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കോടതി തെളിച്ചില്ലേ? രാഹുൽ ഗാന്ധി അറിയാതെയാണോ ഈ ഇലക്ട്രൽ ബോണ്ടിൽ പണം വാങ്ങിച്ചത്? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. 1863 കോടി രൂപ വിഴുങ്ങിയത് പിന്നാരാ? 1863 കോടി രൂപ വിഴുങ്ങിയതാരാ? 1863 കോടി രൂപ വിഴുങ്ങിയതാരാ? ദൈവമേ, ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. 1863 കോടി വിഴുങ്ങിയതാരാ? വിഴുങ്ങിയതല്ലേ രാഹുൽ ഗാന്ധിയുടെ കൂട്ടിയല്ലേ വിഴുങ്ങിയത്? രാഹുൽ ഗാന്ധി ഇല്ലാതെ ബാക്കിയുള്ളവർ മാത്രമേ വിഴുങ്ങിയത്. നിയമപ്രകാരമാണ് ഞങ്ങൾ തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാൻ പറയാണ്, മറുപടി പറയാൻ അദ്ദേഹം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്നൊരു വിഷയം ഒയാസിസിന്റെ ആണ്. അതിന് മറുപടി പറ. അതല്ല വേറെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് ചോദ്യമുണ്ട്, വേണു
വേണു പെരപ്പുറത്ത് കയറി പറഞ്ഞപ്പോ പെരപ്പുറത്തിനുള്ള മറുപടി തന്നെ പറയും. ഭയങ്കരം തന്നെ. നിങ്ങള് കുറെ ആളുകൾ വട്ടം കൂടിയിരുന്നിട്ട് ഞങ്ങളുടെ മന്ത്രിമാരെ നേതാക്കന്മാരെ അവമാനിക്കാൻ വേണു ഉൾപ്പെടെ ഒരു സംഘം ഇറങ്ങിയിരിക്കുകയാണ്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. എന്നിട്ട് വേണുവിന്റെ പുച്ഛം എന്താണ്? പെരപ്പുറത്ത് കയറി പറയും. പെരപ്പുറത്ത് കയറിയാ പറയുന്നത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ പറയട്ടെ, അങ്ങോട്ട് ഞങ്ങളുടെ മന്ത്രിയെ അപമാനിക്കുന്ന വാക്ക് പറയുന്നത് വേണുവാണ്. അതിന് വേണുവിന് കൊടുക്കണ്ടേ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അതാ മന്ത്രിയുടെ കഴിവേടല്ല, പിന്നെ ആരുടെ കഴിവേടാ? അതവിടെ അതിനാണ് അടുത്ത മറുപടി അതിന് പിടിച്ചോണം. അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി കേരളത്തിലെ LDF സർക്കാരിന്റെ കയ്യിലില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. ഇലപ്പുള്ളി പ്ലാന്റ് അഡ്രസ്സായി കൊടുക്കാൻ എന്ത് വിശ്വാസമാണ് ഒയാസിസിന് ഉണ്ടായിരുന്നത്? അത് ശരി. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിട്ട് ജനാധിപത്യത്തെ ആരാ പുച്ഛിച്ചത്? എന്നെ പുറകോട്ട് കൊണ്ടുപോണ്ട, ഞാൻ കൃത്യമായിട്ട് പറയാം. 2021 കേരളത്തിലെ ബഡ്ജറ്റ് പ്രസംഗം വായിക്ക്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? 11/8/2023 ലെറ്റർ ഓഫ് എക്സ്പ്രഷനിൽ പങ്കെടുക്കുമ്പോൾ ഒയാസിസ് കമ്പനി പറയുകയാണ് അവരുടെ പ്ലാന്റ് അഡ്രസ്സായി ഇലപ്പുള്ളി. അങ്ങനെ എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. മീഡിയ വണ്ണിന് എത്ര കൊല്ലം പ്രവർത്തിക്കാൻ ലൈസൻസ് ഉണ്ട്? നിങ്ങൾ എല്ലാ കൊല്ലവും ലൈസൻസ് പുതുക്കണേ. അതുകൊണ്ട് അടുത്ത കൊല്ലം ലൈസൻസ് ഇല്ലാന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 കൊല്ലം അല്ലെ 2 കൊല്ലം നിശ്ചിത കാലത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കുന്നത് പോലെ അല്ലല്ലോ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേന്ദ്രത്തിൽ പോയി എഥനോൾ പ്ലാന്റ് ഉണ്ടാക്കുമെന്ന് പറയുക, എലപ്പുള്ളിയിൽ പോയിട്ട് പറയും സ്കൂൾ നടത്താനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമി വാങ്ങുന്നുവെന്ന്. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ശ്രദ്ധ വന്നിട്ടില്ലേ? എലപ്പുള്ളിയിൽ പോയി ഭൂമി വാങ്ങിയത് എങ്ങനെയാണ്? സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പൊളിഞ്ഞു പോയില്ലേ വേണു പൊളിഞ്ഞു പോയി. അത് കേട്ടോ, അങ്ങ് പറഞ്ഞോളൂ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.